സന്തോഷകരമായിട്ടുള്ള ഒരു നിമിഷത്തിലാണ് നാം ഇപ്പോൾ ഉള്ളത്. സാക്ഷാൽ രാഷ്ട്രപതി തന്നെ നേരിട്ട് കത്തയച്ചിരിക്കുകയാണ് ഇൻഡിപെൻഡൻസ് ഡേക്ക് അതിഥിയായിട്ട്. അപ്പോൾ ഈ ഒരു അവസരത്തിൽ മാമിന് എന്താണ് തോന്നുന്നത്? ഓണറബിൾ പ്രസിഡന്റ് ഓഫ് ഇന്ത്യയുടെ ഒരു ക്ഷണം സ്വീകരിക്കുക എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഏതൊരു വ്യക്തിക്കും ജീവിതത്തിൽ കിട്ടാവുന്ന ഏറ്റവും വലിയൊരു അംഗീകാരം തന്നെയാണ്. അപ്പോൾ അത് തീരെ പ്രതീക്ഷിക്കാതെ കിട്ടിയപ്പോൾ വളരെ സന്തോഷവും അഭിമാനവും തോന്നിയൊരു നിമിഷമായിരുന്നു അത്. ഇപ്പം മാം വളരെ കാലമായിട്ട് ജീവനത്തിൻ്റെ ഭാഗമാണ്. ജീവനിയം 2009 ജീവനിയം സ്റ്റാർട്ട് ചെയ്യുന്നത്. എൻ്റെ ജീവിതത്തിലെ ഡിസബിലിറ്റി നേരിട്ട കാലഘട്ടത്തിൽ എൻ്റെ ഏറ്റവും വലിയ പ്രാർത്ഥന ഞാൻ പഠിച്ച ശാസ്ത്രത്തിലൂടെ സമൂഹത്തിനെ സേവിക്കുക എന്നതായിരുന്നു. അതിനുള്ളൊരു ഉത്തരമായാണ് ഇന്ന് ജീവനിയം നിലനിൽക്കുന്നത്. ഒരുപാട് പേരുടെ സഹായവും മാർഗനിർദ്ദേശങ്ങളും എല്ലാം കൂടിയാണ് ജീവനിയം ഈ കഴിഞ്ഞ 17 വർഷം ഈ ഒരു അവസ്ഥയിലേക്ക് ജീവനിയം മെഡിപോളിസ് എന്ന ഒരു ഇൻ്റർനാഷണൽ NABH ഫെസിലിറ്റിയോട് കൂടിയിട്ടുള്ള ഒരു ഹോസ്പിറ്റലിലേക്ക് എത്തിക്കാൻ സാധിച്ചിട്ടുള്ളത്. തീർച്ചയായും ഇവിടെ എൻ്റെ പരിശ്രമമല്ല, എല്ലാവരുടെയും എൻ്റെ കൂടെ നിന്നിട്ടുള്ള ഒരുപാട് പേരുടെ നിരന്തരമായിട്ടുള്ള സപ്പോർട്ടും പ്രേരണയുമാണ് ഈ ഒരു ആശയത്തിലേക്ക് ഇന്ന് മെഡിപോളിസ് എന്ന ഒരു സ്ഥാപനത്തിലേക്ക് നയിച്ചിട്ടുള്ളത്. ഇവിടെ ഇന്ന് നമുക്ക് 2009 വെൽനസ് ഇൻഡസ്ട്രി ആയിട്ട് കോർഡിനേറ്റ് ചെയ്ത് ജീവനിയം സേവനം ആരംഭിച്ചെങ്കിൽ 2012-14 കാലയളവിലാണ് നമ്മൾ ഓട്ടിസം മേഖലകളിൽ റിസർച്ചുകളും കൂടുതൽ കാര്യങ്ങൾ പഠിക്കുകയും അതിനെ ആസ്പദമാക്കിയിട്ട് സേവനം തുടങ്ങിയത്. അതിൽ നിന്ന് മനസ്സിലാക്കിയിരിക്കുന്ന വലിയൊരാശയം ഈ പറയുന്ന കുട്ടികൾക്ക് മാത്രമല്ല സേവനം നൽകേണ്ട ഒരു ആവശ്യകതയുള്ളത്. ഒരു ഭാഗത്ത് ന്യൂറോ ഡെവലപ്മെൻറ്റ് ഡിസോർഡേഴ്സ് വളരെയേറെ വർദ്ധിക്കുന്നുണ്ടെങ്കിൽ മറുഭാഗത്ത് ന്യൂറോ ഡീജനറേറ്റീവ് ഡിസോർഡേഴ്സും, അതായത് സ്ട്രോക്ക്, പാർക്കിൻസൺസ് ഇതുപോലുള്ള അവസ്ഥകളെല്ലാം തന്നെ കൂടി വരുന്നുണ്ടെന്നുള്ളതും അവർക്ക് വേണ്ട സഹായങ്ങളും ശരിയായിട്ടുള്ള രീതിയിലുള്ള ഒരു റിക്കവറി ചെയ്യാൻ പറ്റുന്ന ഫെസിലിറ്റി വളരെ അനിവാര്യമാണ്. അതാണ് ജീവനിയം മെഡിപോളിസ് വെയർ ഫാമിലീസ് റീഡിസ്കവർ ഹോപ്പ് എന്ന ആശയത്തിലൂടെ നമ്മൾ 17 വർഷത്തിന് ശേഷം ഡിസൈൻ ചെയ്തിരിക്കുന്നത്.